ഇന്ന് നമ്മളൊരു ബീഫ് മാക്രോണിയാണ് ചെയ്യുന്നത്. സാധാരണ നമ്മൾ ചെയ്യുന്ന മാക്രോണി റെസിപ്പിയിൽ നിന്ന് കുറച്ചൊരു വ്യത്യസ്തമായിട്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണിത്. അപ്പോൾ അതിനായിട്ട് നമുക്ക് ആദ്യം ബീഫ് കറി റെഡിയാക്കണം. ബീഫ് വെച്ചിട്ടോ ചിക്കൻ കറി ഉണ്ടാക്കിയിട്ടോ ഏത് രീതിയിൽ വേണം നമുക്ക് ചെയ്യാം. ഞാനിവിടെ ബീഫ് കറി റെഡിയാക്കിയിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു ബീഫ് കറി റെഡിയാക്കാനായിട്ട് ആദ്യം നമുക്ക് അതിലേക്ക് ചേർക്കുന്ന മസാലപ്പൊടികൾ ഒന്നങ്ങ് ചൂടാക്കി എടുക്കണം. മസാലപ്പൊടികൾ ചൂടാക്കി എടുക്കുകയാണെങ്കിൽ നല്ലൊരു ടേസ്റ്റി ആയിരിക്കും കറിക്ക് ഉണ്ടാവുക. അപ്പോൾ അതിനായിട്ടൊരു 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, അതുപോലെ തന്നെ ഒരു 1/2 ടേബിൾ സ്പൂൺ സാധാരണ മുളക് പൊടിയും 1/2 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലിയാണ് എടുത്തിട്ടുള്ളത്, നല്ലൊരു കളറിന് വേണ്ടിയിട്ട്. മുളക് പൊടി നമുക്ക് എരിവിനനുസരിച്ച് മാറ്റം വരുത്താം കേട്ടോ. പിന്നെ ഒരു 3/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, അതുപോലെ തന്നെ ഒരു 1/2 ടീസ്പൂൺ വലിയ ജീരകം, ഒരു 1/2 ടീസ്പൂൺ മുതൽ 1 ടീസ്പൂൺ വരെ ഗരം മസാല, പിന്നെ ഞാനൊരു 1 ടേബിൾ സ്പൂൺ ബീഫ് മസാല കൂടി എടുക്കുന്നുണ്ട്. ഇനി ബീഫ് മസാല ചേർക്കാത്തവരാണെന്നുണ്ടെങ്കിൽ ഗരം മസാലേൻ്റെ അളവ് കുറച്ചങ്ങ് കൂട്ടിയാൽ മതി. ഈ പൊടികളെല്ലാം തന്നെ നന്നായിട്ടൊന്ന് നല്ലൊരു മണം വരുന്നത് വരെ ചൂടാക്കി എടുക്കണം, ആ ഒരു പച്ചമണം മാറുന്നത് വരെ. ഈ സമയത്ത് ഗ്യാസ് വളരെ കുറച്ച് വെക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം. പൊടികൾ പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്, അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കണം. ഇപ്പോൾ മസാലപ്പൊടികളെല്ലാം തന്നെ വറുത്ത് നല്ലൊരു മണം വന്നിട്ടുണ്ട്, കറക്റ്റ് പാകമായിട്ടുണ്ട്. ഇത് നമുക്കൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം. ബീഫ് കറി ഉണ്ടാക്കാൻ ആവശ്യമായിട്ട് ഞാനിവിടെ 1/2 കിലോ ബീഫാണ് എടുത്തിട്ടുള്ളത്, എല്ലോട് കൂടിയിട്ടുള്ള ബീഫ്. നമ്മൾ സാധാരണ കറിക്കൊക്കെ മുറിക്കുന്ന പോലെ ചെറുതായിട്ടാണ് മുറിച്ചെടുത്തിട്ടുള്ളത്. ഇതൊരു പ്രഷർ കുക്കറിൽ ഇട്ടിട്ടാണ് വേവിച്ചെടുക്കുന്നത്. ഇപ്പോൾ നമ്മൾ എങ്ങനെയാണ് വേവിക്കുന്നത് അതുപോലെ ചെയ്തെടുക്കുക. അപ്പോൾ അതിനായിട്ടൊരു പ്രഷർ കുക്കറിലേക്ക് ചേർത്ത് കൊടുക്കുക. ഇതിലേക്ക് വലിയ ഒരു സവാള നീളത്തിൽ മുറിച്ചതോട് ചേർത്ത് കൊടുക്കുക. വളരെ ചെറിയ സവാളയൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരു 2 എണ്ണം വരെയൊക്കെ ചേർക്കാം. ഇനിയൊരു 1 ടേബിൾ സ്പൂൺ ഇഞ്ചി ചതച്ചതും അതുപോലെ തന്നെ ഒരു 1 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ചതച്ചതും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു ചെറിയ പീസ് ഇഞ്ചി, ഒരു 5-6 അല്ലെങ്കിൽ ഒരു 7 അല്ലി വെളുത്തുള്ളിയൊക്കെ ചതച്ചെടുത്താൽ മതിയാകും. എരിവിന് ആവശ്യമായിട്ട് ഒരു 2-3 പച്ചമുളക്, ഓരോരുത്തരുടെ പച്ചമുളകിൻ്റെ എരിവ് നോക്കിയിട്ട് തന്നെ ഇടുക. നമ്മൾ പ്രഷർ കുക്കറിൽ വെക്കുന്നതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ എരിവ് ആയിക്കോളും. പിന്നെ ഇതിലേക്ക് കുറച്ച് കുരുമുളക് പൊടിയൊക്കെ ചേർക്കുന്നുണ്ട്, അപ്പോൾ അത് നോക്കിയിട്ട് തന്നെ ചേർത്താൽ മതി. കുറച്ച് കറിവേപ്പില, അതുപോലെ തന്നെ ഒരു 2-3 പുതിനയുടെ ഇല കൂടെ ചേർക്കുന്നുണ്ട്. ഇതില്ലെങ്കിലും കുഴപ്പമില്ല, ഉണ്ടെങ്കിൽ കുറച്ചുകൂടി നല്ലൊരു ഫ്ലേവർ ആയിരിക്കും. ഇടുന്ന സമയത്ത് ഒന്നങ്ങ് കൈ കൊണ്ട് മുറിച്ചിട്ട് ഇട്ട് കൊടുക്കാം. ഒരു മീഡിയം സൈസിലുള്ള തക്കാളി ചെറുതായി മുറിച്ചതോടെ ചേർത്ത് കൊടുക്കാം. ഇനി നമ്മൾ ആദ്യം റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്ന മസാലപ്പൊടികൾ ഉണ്ടല്ലോ, അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. സാധാരണ നമ്മൾ ചെയ്യുന്ന പോലെ തന്നെ മസാലപ്പൊടികൾ ഡയറക്റ്റ് വേണമെങ്കിൽ ഇതിലേക്ക് ഇടാം. പിന്നെ നമ്മൾ വറുത്ത് ചേർക്കുമ്പോൾ കുറച്ചുകൂടി ഒരു ടേസ്റ്റ് കൂടും കേട്ടോ, അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്തിട്ടുള്ളത്. ഒരു 2 നുള്ള് ഉലുവ. വളരെ ഈസി ആയിട്ടുള്ളൊരു ബീഫ് കറിയാണ് കേട്ടോ നമ്മളിപ്പോൾ ചെയ്യുന്നത്. നിങ്ങൾ സാധാരണ ചെയ്യുന്ന പോലെ തന്നെ ഉള്ളി വഴറ്റിയിട്ട് തക്കാളിയൊക്കെ വഴറ്റിയിട്ട് ബീഫ് കറി വെക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെ വെക്കാൻ കുഴപ്പമൊന്നുമില്ല. കുറച്ചൊരു മസാലയോട് കൂടിയിട്ട് വെക്കുമ്പോഴായിരിക്കും ഈ ഒരു റെസിപ്പിക്ക് നല്ലത്. പിന്നെ ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി കൂടി ചേർക്കുന്നുണ്ട്. ബീഫ് ആവുന്ന സമയത്ത് കുറച്ച് കുരുമുളക് പൊടി വേണം, എന്നാലും നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. ഇനി ഇതെല്ലാം കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. ആ സമയത്ത് ബീഫിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പൂടെ ചേർത്ത് കൊടുത്തിട്ട് കൈ ഉപയോഗിച്ചിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ബീഫിൻ്റെ എല്ലാ ഭാഗത്തേക്കും മസാലപ്പൊടികളും അതുപോലെ തന്നെ ഉള്ളിയൊക്കെ നന്നായിട്ടൊന്ന് ഞവടി നന്നായിട്ട് തന്നെ ഒന്ന് മസാല പിടിപ്പിച്ചെടുക്കണം. മസാലപ്പൊടികളും ബീഫും ഒക്കെ തന്നെ നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിലേക്കൊരു 1 മുതൽ 1.5 കപ്പ് വരെ വെള്ളം നമുക്ക് ചേർത്ത് കൊടുക്കുക. സാധാരണ നമ്മൾ ചെയ്യുന്ന പോലെ തന്നെ ബീഫിൽ വേവിക്കുന്ന സമയത്ത് ഒരുപാട് വെള്ളം ഒഴിക്കാത്തതാണ് നല്ലത്. ആ ബീഫിൻ്റെ ടേസ്റ്റ് അങ്ങ് നഷ്ടപ്പെട്ടു പോകും. പക്ഷെ നമുക്ക് ഈ ഒരു റെസിപ്പിക്ക് ബീഫിൽ അത്യാവശ്യം ഗ്രേവി വേണം താനും. അപ്പോൾ നമുക്ക് വേവിച്ചതിന് ശേഷം വേണമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ വെള്ളം ഒഴിച്ചു കൊടുക്കുക. കാരണം ഒരുപാട് വെള്ളം ഒഴിച്ച് വേവിച്ച് കഴിഞ്ഞാൽ ആ ടേസ്റ്റ് നഷ്ടപ്പെട്ടു പോകുമല്ലോ. അപ്പോൾ ഇനി ഇത് സാധാരണ ബീഫ് വേവിക്കുന്ന പോലെ തന്നെ ഒരു 3 to 4 വിസിലൊക്കെ മീഡിയം ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് വേണമെന്നുണ്ടെങ്കിൽ 1-2 വിസിലൂടെ എക്സ്ട്രാ കൊടുക്കാം. എപ്പോഴും പറയുന്ന പോലെ തന്നെ ചിലപ്പോൾ ബീഫിൻ്റെ വേവ് അതുപോലെ തന്നെ പ്രഷർ കുക്കറിലെ വ്യത്യാസമൊക്കെ അനുസരിച്ചിട്ട് ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ടൈമിൽ വ്യത്യാസം വരും. അപ്പോൾ നമ്മൾ ബീഫ് കറക്റ്റ് വെന്ത് വരുന്നത് വരെ തന്നെ നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം. ബീഫ് വെന്ത് വരാൻ വേണ്ടി നമ്മളൊരു ഗ്യാസിൽ വെച്ചിട്ടുണ്ട്. ആ സമയത്ത് നമുക്കിതിലേക്കുള്ള മാക്രോണി വേവിച്ചെടുക്കണം. അതിനായിട്ട് ഞാനിവിടെ ഒരു 350 ഗ്രാം ആണ് എടുത്തിട്ടുള്ളത്. ഒരു 350 ഗ്രാമിൻ്റെ പാക്കറ്റ്, ഒരു 400 ഗ്രാം വരെയൊക്കെ നമുക്ക് ഒരു 1/2 കിലോ ബീഫിൽ ചെയ്യാം. അപ്പോൾ അത് വേവിക്കാനായിട്ട് കുറച്ചധികം വെള്ളം വെച്ചൊന്ന് തിളപ്പിച്ചെടുക്കുക. അതിലേക്ക് ഈ മാക്രോണി ഇട്ട് കൊടുക്കുക. പിന്നെ അതിലേക്ക് ആവശ്യമായിട്ടുള്ള കുറച്ച് ഉപ്പൂടെ ചേർത്ത് കൊടുക്കണം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്കൊരു 1 ടീസ്പൂൺ ഓയിലൂടെ ചേർത്ത് കൊടുക്കുക. ഒരുപാട് കൊഴുപ്പിൽ ഒട്ടി വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിത് ചേർക്കുന്നത്. ഇനി ഇത് അടച്ചു വെച്ചതിന് ശേഷം നന്നായിട്ട് തന്നെ വേവിച്ചെടുക്കണം. ഏകദേശം ഒരു 10 മുതൽ 12 മിനിറ്റൊക്കെ എന്തായാലും വേണ്ടി വരും നന്നായിട്ട് തന്നെ വെന്ത് വരാൻ വേണ്ടിയിട്ട്. പിന്നെ നമ്മൾ ഈ ഒരു റെസിപ്പിക്ക് എടുക്കുമ്പോൾ അത്യാവശ്യം നന്നായിട്ട് തന്നെ കുക്കാവും വേണം.
ഇടയ്ക്കൊന്ന് അടപ്പ് മാറ്റി നമ്മൾ ചെക്ക് ചെയ്ത് നോക്കണം കേട്ടോ. കാരണം ഒരുപാട് വെന്ത് ഉടഞ്ഞു പോയാലും നല്ല ടേസ്റ്റ് ആയിരിക്കില്ല, ഭയങ്കര കൊഴുപ്പായി പോകും. അപ്പോൾ ഇടയ്ക്കൊന്ന് നോക്കുന്ന സമയത്ത് കറക്റ്റ് വേവായിട്ടുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് ഒരു സ്പൂൺ വെച്ചിട്ട് ഒന്നങ്ങ് മുറിച്ച് നോക്കുക. കറക്റ്റായിട്ട് കട്ട് ചെയ്യാൻ പറ്റുന്നുണ്ട് എന്നുണ്ടെങ്കിൽ കറക്റ്റ് വേവായിരിക്കും. ഇപ്പോൾ നമ്മുടെ മാക്രോണി നല്ല വേവ് തന്നെയാണ്. ഈ ഒരു രീതിയിലായി കിട്ടിയാൽ മതി. അപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് വെള്ളമൊക്കെ കളഞ്ഞ് ഊറ്റിയെടുക്കണം. അപ്പോൾ ഒരു സ്ട്രെയിനറിലേക്ക് മാറ്റിയിട്ട് ഊറ്റിയെടുത്താൽ മതി വെള്ളമൊക്കെ കളഞ്ഞിട്ട്. ആ സമയത്ത് ലാസ്റ്റ് ഇതിന് മുകളിലൂടെ കുറച്ച് പച്ചവെള്ളം കൂടെ ഒഴിച്ചിട്ട് അങ്ങ് വെച്ചാൽ മതി. അപ്പോൾ കൊഴുപ്പൊന്നുമില്ലാതെ ഒട്ടലൊന്നും ഇല്ലാതെ തന്നെ കിട്ടിക്കോളും. ഇപ്പോൾ നമ്മുടെ ബീഫ് കറിയും കറക്റ്റ് റെഡിയായി വന്നിട്ടുണ്ട്. ബീഫൊക്കെ കറക്റ്റ് വെന്ത് നല്ല ടേസ്റ്റി ആയിട്ട് തന്നെ വന്നിട്ടുണ്ട്. ഇതൊരു സൈഡിലേക്ക് മാറ്റി വെക്കണം. ഞാനിപ്പോൾ മൊത്തത്തിലൊന്ന് മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് വേറൊരു പാത്രത്തിലേക്ക് മാറ്റുന്നുണ്ട്. നിങ്ങൾക്ക് ആ പ്രഷർ കുക്കറിൽ തന്നെ മൊത്തത്തിൽ മിക്സ് ചെയ്താൽ മതി എന്നുണ്ടെങ്കിൽ അതിൽ തന്നെ ചെയ്താൽ മതി കേട്ടോ. ഇതിലേക്ക് നമ്മൾ വേവിച്ച് ഊറ്റി വെച്ചിട്ടുള്ള ആ മാക്രോണി മൊത്തത്തിൽ അങ്ങ് ചേർത്ത് കൊടുക്കണം. ബീഫിൻ്റെ കറി മാക്രോണിയുടെ എല്ലാ ഭാഗത്തേക്ക് എത്തുന്ന രീതിയിൽ നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ചിലപ്പോൾ മിക്സ് ചെയ്യുന്ന സമയത്ത് കുറച്ചൊരു ഗ്രേവി കുറവുള്ളതുപോലെ തോന്നും. അത് കുഴപ്പമില്ല, നമുക്ക് കുറച്ചുകൂടെ വെള്ളം ചേർക്കുക. എന്തായാലും മൊത്തത്തിൽ നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ സമയത്ത് നല്ലൊരു ടേസ്റ്റിന് വേണ്ടിയിട്ട് ഒരു 1-2 ടേബിൾ സ്പൂൺ മല്ലിയില ചെറുതായി മുറിച്ചതോടെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി നമുക്കിത് ഇങ്ങനെ തന്നെ സെർവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ രീതിയിൽ തന്നെ ചെയ്യാം. പക്ഷെ നമ്മൾ മലബാർ കുഞ്ഞിപ്പത്തിരിയൊക്കെ സെർവ് ചെയ്യുന്നത് പോലെ ആ ഒരു രീതിയിലാണ് ചെയ്യുന്നത്. ഇങ്ങനെ ചെയ്താലും നല്ല ടേസ്റ്റ് തന്നെയാട്ടോ. ഒരു ഇത്തിരി പച്ചവെളിച്ചെണ്ണ കൂടെ ഈ സ്റ്റേജിൽ ഉറ്റിച്ചാൽ മതി. ഇനി കുഞ്ഞിപ്പത്തിരിയുടെ ടേസ്റ്റിലേക്ക് ആക്കാൻ വേണ്ടിയിട്ട് ഒരു 1/4 കപ്പ് തേങ്ങ ചിരവിയത്, ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ചെറിയുള്ളി, ഒരു 1/2 ടീസ്പൂൺ വലിയ ജീരകം, ഇതെല്ലാം കൂടെ ചേർത്ത് മിക്സിയിലിട്ട് ഒന്നങ്ങ് ഒതുക്കിയെടുക്കുക. ഒന്നങ്ങ് ചതച്ചെടുത്താൽ മതി. ഒരുപാട് അരയേണ്ട ആവശ്യമില്ല. കാരണം തേങ്ങ ഇങ്ങനെ ഇടയ്ക്ക് കാണുമ്പോഴും കടിക്കുമ്പോഴൊക്കെ ആയിരിക്കും ടേസ്റ്റ് ഉണ്ടാവുക. ചതച്ചെടുത്തിട്ടുള്ള തേങ്ങ നമുക്ക് ഒന്നങ്ങ് കുറച്ച് ഉള്ളിയിട്ട് താളിച്ചിട്ട് വേണം ഈ ഒരു മാക്രോണിയിലേക്ക് ചേർക്കാനായിട്ട്. അതിനായിട്ട് ഒരു 1-2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. നമ്മൾ മുൻപ് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടൊന്നുമില്ല ഇതിലേക്ക്. അപ്പോൾ അതുകൊണ്ട് ഒരു 1-2 ടേബിൾ സ്പൂൺ തന്നെ എടുക്കാം. വെളിച്ചെണ്ണ ചൂടാവുന്ന സമയത്ത് ഒരു 6-7 ചെറിയുള്ളി ചെറുതായി മുറിച്ചത് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം. ഉള്ളി ബ്രൗൺ കളറായി വരുന്ന സമയത്ത് ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. ഇനി ആദ്യം റെഡിയാക്കി വെച്ചിട്ടുള്ള ആ തേങ്ങ ഒതുക്കിയെടുത്ത്, അതായത് ചതച്ചെടുത്തതുണ്ടല്ലോ, അതുകൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. തേങ്ങ ചേർത്ത് കഴിഞ്ഞ് അതിൻ്റെ ആ പച്ചമണം ഒന്ന് മാറി വരുന്നിടത്തിന് നന്നായിട്ട് തന്നെ ഒന്ന് വഴറ്റി കൊടുക്കുക. നല്ലൊരു സ്മെല്ലായിരിക്കും ഈ സമയത്ത് ഉണ്ടാവുക. ഇനി ഇതിലേക്ക് നമ്മൾ നല്ല തിളച്ചിട്ടുള്ള ഒരു 1/2 കപ്പ് മുതൽ 1 കപ്പ് വരെയൊക്കെ വെള്ളം ചേർത്ത് കൊടുക്കുക. കാരണം നമ്മൾ ബീഫ് വേവിച്ച സമയത്ത് വെള്ളം കുറവായിരുന്നു. കാരണം ആ ബീഫിന് ടേസ്റ്റ് കിട്ടാൻ വേണ്ടി വെള്ളം കുറവാണ്. പക്ഷെ നമ്മുടെ മാക്രോണിയിൽ അത്യാവശ്യം ഗ്രേവി വേണം താനും. അപ്പോൾ അതിലേക്ക് ആവശ്യമായിട്ടുള്ള വെള്ളമാണ് ഇപ്പോൾ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഈ വെള്ളവും കൂടെ ചേർത്തിട്ട് ഒന്നങ്ങനെ ഒരു മിനിറ്റ് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ ആ മാക്രോണിയുടെ മിക്സിലേക്ക് ഈ ഒരു കൂട്ട് ഒഴിച്ചു കൊടുക്കുന്നത്. ഒന്നങ്ങ് തിളച്ച് വരുന്ന സമയത്ത് ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി കൂടെ ചേർക്കുന്നുണ്ട്. കുരുമുളക് നിങ്ങളുടെ എരിവ് നോക്കിയിട്ട് മാത്രം ചേർത്താൽ മതി. ആദ്യത്തെ മാക്രോണി ബീഫ് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുക, കറക്റ്റ് എരിവ് ഉണ്ടോ എന്നുള്ളത്. അത് നോക്കിയിട്ട് മാത്രം ചേർത്താൽ മതി. കാരണം ഒരുപാട് എരിവ് കൂടി പോകണ്ടല്ലോ. ഇപ്പോൾ ആ തേങ്ങയുടെ അരപ്പൂടെ നമ്മൾ ഈ ഒരു മിക്സിലേക്ക് ചേർത്തിട്ടുണ്ട്. എല്ലാം കൂടെ ചേർത്ത് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. എല്ലാ ഭാഗത്തേക്കും ഒരുപോലെ എത്തുന്ന രീതിയിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഒരു മിനിറ്റ് മൊത്തത്തിലൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള നല്ല കുഞ്ഞിപ്പത്തിരിയുടെ അതേ ടേസ്റ്റിലുള്ള ബീഫ് മാക്രോണി റെഡി ആയിട്ടുണ്ട്. ശരിക്കും നിങ്ങൾ ചെയ്ത് നോക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ചെയ്ത് നോക്കിക്കോളൂ. തീർച്ചയായിട്ടും ടേസ്റ്റിയാണ്, ഒരു ഡൗട്ടുമില്ല. കാരണം നമ്മൾ സാധാരണ രീതിയിൽ മാക്രോണി ചെയ്യുന്ന പാസ്ത, വൈറ്റ് സോസൊക്കെ ഒഴിച്ച് ചെയ്യുന്നേക്കാളും നമ്മൾ നാടൻ രീതിയിലുള്ള ആളുകൾക്ക് തീർച്ചയായിട്ടും ഇത് ഇഷ്ടപ്പെടും. കാരണം നമ്മുടെ കുഞ്ഞിപ്പത്തിരിയുടെ ഏകദേശം അതേ ഒരു ഫ്ലേവറും ടേസ്റ്റുമാണ്. പിന്നെ കുഞ്ഞിപ്പത്തിരി സെയിം ആണെന്ന് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല. കാരണം അത് അരിപ്പൊടി ഉരുട്ടി പരത്തിയിട്ടൊക്കെയാണല്ലോ ചെയ്യുന്നത്. എന്നാലും നിങ്ങൾക്ക് തീർച്ചയായിട്ടും ചെയ്ത് നോക്കാം. ഇത് നല്ല ചൂടോടുകൂടി തന്നെ കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും. പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് കഴിച്ചാലും നല്ല ടേസ്റ്റാണ്. ആ ബീഫിൻ്റെ ടേസ്റ്റൊക്കെ മൊത്തത്തിൽ ഇറങ്ങി കുറച്ചുകൂടി ടേസ്റ്റ് കൂടും. പക്ഷെ നമ്മൾ വൈകിട്ടാണ് കഴിക്കുന്നതെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഉള്ള ഗ്രേവി നഷ്ടപ്പെട്ടിട്ട് കുറച്ചുകൂടി അങ്ങോട്ട് ഡ്രൈ ആയിട്ട് വരും. അപ്പോൾ ആ സമയത്ത് വേണമെന്നുണ്ടെങ്കിൽ ഇത്തിരി കൂടെ തിളച്ച വെള്ളം ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ചൂടാക്കിയിട്ടൊക്കെ കഴിക്കുക. ഇത്തിരി ഒരു വെള്ളമയത്തോടു കൂടെ കഴിക്കുമ്പോഴേക്കും നല്ല ടേസ്റ്റ് ഉണ്ടാവും. നമ്മൾ അറിയാതെ തന്നെ കഴിച്ചു പോകും, നല്ല സോഫ്റ്റായിട്ട്. അപ്പോൾ ഭയങ്കര ഡ്രൈ ആവാതിരിക്കാൻ വേണ്ടിയിട്ട് ഒന്ന് ശ്രദ്ധിക്കണം. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു റെസിപ്പി ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്കൊക്കെ അറിയിക്കാൻ മറക്കരുത് കേട്ടോ. അതുപോലെ തന്നെ കഴിഞ്ഞ ദിവസം നമ്മൾ നല്ലൊരു എനർജി ബോൾസ് റെസിപ്പി കൂടി ഇട്ടിട്ടുണ്ട്. കാണാത്തവരൊക്കെ കാണണം. അതും നല്ല ടേസ്റ്റ് തന്നെയാണ്, കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടപ്പെടും. അപ്പോൾ അതുകൂടെ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക്